ഇന്നത്തെ പ്രഭാതത്തിൽ മലയാളി എണീറ്റ് പത്രം വായിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. പലരെയും ഞെട്ടിപ്പിക്കുന്ന രൂപത്തിൽ നോട്ട് നിരോധിക്കുന്നു, ഇനി മുതൽ ഡിജിറ്റൽ കറൻസി മാത്രം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പത്രവാർത്തകളാണ് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ എല്ലാവരും കണ്ടത്. എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ് ഒരുപോലെയായിരുന്നു. പിന്നീടാണ് ഇതൊരു മാർക്കറ്റിംഗ് ഫീച്ചറാണ് എന്ന വ്യാഖ്യാനം വരുന്നത്. ഇതിൽ വഞ്ചിക്കപ്പെട്ട് പലരും ഫേസ്ബുക്കിലൂടെ കുറിപ്പിടുകയുണ്ടായി. പ്രമുഖർ തന്നെ പത്രത്തെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഷോയിലടക്കം ഇത് യഥാർത്ഥ വാർത്തയാണെന്ന് തെറ്റിദ്ധരിച്ച് അവതരിപ്പിക്കുകയുണ്ടായി. ഇൻസൈറ്റിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. സത്യത്തിൽ ഇന്ന് പത്രം വായിച്ചപ്പോൾ ആദ്യം ഞാനൊന്ന് ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ ഫേസ്ബുക്കിലെ KT ജലീലിൻ്റെ പോസ്റ്റാണ് ആദ്യം കാണുന്നത്. രാജീവേട്ടൻ എങ്ങനെയാണ് ഇന്നത്തെ വാർത്തയെ വായിച്ചത്? ആദ്യം ഇന്നത്തെ വാർത്ത വായിക്കുന്നത് വെച്ചാൽ എന്നോട് നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ഉല്ലാസാണ് ഇങ്ങനെ പരസ്യത്തിൻ്റെ കാര്യം ആദ്യം വിളിച്ചു പറയുന്നത്, ഇങ്ങനെ ഒരു പരസ്യം വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ തന്നെ ഇത് പരസ്യമാണ് എന്നുള്ളത് മുന്നറിവ് എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ആദ്യം അങ്കലാപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിന് യഥാർത്ഥ വാർത്തയാണെങ്കിൽ പോലും അത്രമാത്രം ആദ്യം അങ്കലാപ്പോ ഉണ്ടാവുമായിരുന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതുപോലെ വരും വരായിക നോക്കാതെ എന്ത് വിഡ്ഢിത്തവും ചെയ്യുന്ന ഒരു ഭരണാധികാരിയും ഭരണകൂടവും രാജ്യത്തുണ്ട് എന്ന് നമ്മൾ കുറേ കാലമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2016 നവംബർ 8 ഇതിൻ്റെ ഒരു ട്രയൽ റൺ നമ്മൾ കണ്ടതാണ്. അതുണ്ടാക്കിയ പ്രഹരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞതുമാണ്. അതൊന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നപ്പോൾ ഒരു മുൻകരുതലും എടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ രാജ്യത്തെ ലോക്ക്ഡൗൺ ആക്കിയ ഒരു ഭരണാധികാരിയെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല നിലയ്ക്കുള്ള എന്താ പറയുക, വരുംവരായികകൾ നോക്കാതെ അതെങ്ങനെയാണ് സാധാരണക്കാരായ മനുഷ്യനെ ബാധിക്കുക എന്ന് ആലോചിക്കാതെ എന്ത് തീരുമാനവും എടുക്കുന്ന, അതെന്ത് വിഡ്ഢിതമായാലും അത് വളരെ ഗംഭീരമാണ് എന്ന് പ്രചരിപ്പിക്കാൻ മടിയില്ലാത്ത ആളുകളുടെ ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം എന്ത് വന്നാലും നമ്മളങ്ങനെ പരിഭ്രമിക്കുകയോ അല്ലെങ്കിൽ അസ്വസ്ഥരാകുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമ്മൾ കുറേ കാലമായിട്ട് പഠിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഈ ഉല്ലാസ് പറഞ്ഞ അറിവില്ലാതെ ഞാനത് നോക്കിയിരുന്നെങ്കിൽ പോലും ഞാൻ അത്രയൊന്നും പരിഭ്രമിക്കായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇത് 2016 നവംബർ 8 ഈ നോട്ട് നിരോധനത്തിൻ്റെ കാര്യം പ്രഖ്യാപിക്കുമ്പോൾ ഞാനൊരു യാത്രയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും ജേർണലിസ്റ്റും ഒക്കെ ആയിട്ടുള്ളൊരു ചങ്ങാതിയാണ് ആദ്യം വിളിച്ചു പറയുന്നത്. അപ്പോഴും എൻ്റെ ആദ്യത്തെ പ്രതികരണം ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് എന്തും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല, അത് കണ്ടറിയാനേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഇതുണ്ടാകും. ഒന്നാമത്തെ കാര്യം ഇതാണ്, അതായത് ഇങ്ങനെ സംഭവിക്കുന്നു, അതായത് ഇങ്ങനെ എന്തും ചെയ്യാൻ വരുംവരായികകൾ നോക്കാതെ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭരണാധികാരിയും ഭരണകൂടവും നമുക്കുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഇത് ജനം വിശ്വസിച്ച് പോകുന്ന സാഹചര്യവും കൂടെ നമ്മൾ അനലൈസ് ചെയ്യണം. ഈ വാട്സപ്പ് സർവകലാശാല വഴി വിതരണം ചെയ്യപ്പെടുന്ന സകല നുണകളും വിശ്വസിക്കുന്ന ഒരു സമൂഹം വളർന്നു വന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഈ സത്യാനന്തര സമൂഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സമൂഹം വളർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് സർവകലാശാലയിൽ വരുന്ന എന്ത് വിവരക്കേടും എന്ത് നുണയും എന്തർത്ഥസത്യവും അവർ വിശ്വസിക്കും. അപ്പം അങ്ങനത്തെ ഒരു വിശ്വാസി സമൂഹം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അവരൊരുപക്ഷെ ഇത് വളരെ പെട്ടെന്ന് നോക്കിയപ്പോൾ വിശ്വസിച്ച് പോയിട്ടും ഉണ്ടാവാം. അല്ലാത്തൊരു വിഭാഗം എന്ന് പറയുന്നത് എന്താ പറയുക, പത്രങ്ങൾ ഇപ്പോഴും ഒരു വിശ്വാസ്യത നിലനിർത്തുന്നുണ്ട് എന്ന് ഇപ്പോഴും എന്താ പറയുക വിശ്വസിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. അവർ വിചാരിക്കുന്നത് പത്രങ്ങൾ ഇപ്പോഴും കുറെ കൂടെ ക്രെഡിബിളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൽ വരുന്ന വിവരങ്ങൾക്ക് മുൻകാലത്തേതുപോലെ ഒരു സാങ്ക്ടിറ്റി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യന്മാരും ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ അവർ തെറ്റിദ്ധരിച്ച് പോയേക്കാം. അപ്പോൾ ഈ 2016 നവംബർ 18 ഓർമ്മ ഈ പത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പത്രം ഇറക്കുന്ന പത്രാധിപന്മാർക്ക് വേണ്ടതാണ്. രണ്ടാമത്തത്, വാട്സപ്പ് സർവകലാശാല വഴി വിതരണം ചെയ്യുന്ന വ്യാജങ്ങൾ പോലും വിശ്വസിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള ബോധ്യവും ഈ എഡിറ്റർമാർക്ക് വേണ്ടതാണ്. അതില്ലാത്തതുകൊണ്ടാണ് അവരിതൊരു അഡ്വർടൈസ്മെൻ്റ് ആണ് എന്നുള്ളത് സൂചിപ്പിക്കാത്ത വിധത്തിൽ ഇതിനെ ഡിസൈൻ ചെയ്ത് ഇറക്കാൻ സമ്മതിച്ചത്. സാധാരണ നിലയിൽ ഇത് പരസ്യം ചെയ്യുമ്പോൾ ഇത് പരസ്യമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന വിധത്തിലായിരിക്കും പത്രങ്ങൾ ഇത് ചെയ്യുക. ഇതിപ്പോൾ അവർ അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ പരസ്യം നൽകിയ ആ സർവകലാശാല, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ആ പേര് പലവട്ടം പറയാനും അത് ഉപയോഗിക്കാനും അതുവഴി മാർക്കറ്റ് ചെയ്യാനും ഉദ്ദേശിച്ചിട്ടാണല്ലോ പരസ്യം കൊടുക്കുന്നത്. ആ സർവകലാശാല എഴുതി കൊടുത്ത മുന്നറിയിപ്പാണ് ഈ പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത്. പത്രങ്ങളുടേതായിട്ട് ഇത് അഡ്വർടൈസ്മെൻ്റ് ആണ് എന്ന് രേഖപ്പെടുത്തുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം.
പത്രങ്ങൾക്ക് ഇത് അഡ്വർടൈസ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഡിസൈനിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇത് അഡ്വർടൈസ്മെൻ്റ് ആണ് എന്ന് യോജിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണോ ഒരു പത്രം ഉള്ളത് അതുപോലെ തന്നെയാണ് ഈ പത്രത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത്. അതിൽ വിവിധ പത്രങ്ങൾ നമ്മൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനോരമ 2050 പത്രമാണ് എന്ന് ഡേറ്റ് വെച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ചില പത്രം ഇപ്പോൾ മാധ്യമം പോലുള്ള പത്രങ്ങൾ സാധാരണ പത്രമാകുന്ന പോലെ 2025 ഇന്നത്തെ ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനോരമ കുറച്ചും കൂടെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ മുന്നറിയിപ്പ് തന്നെ ഇതൊരു മാർക്കറ്റിംഗ് ഫീച്ചറാണ് എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയാണോ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് എനിക്കറിയില്ല. മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിലവിൽ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൽ അത്യാവശ്യം ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെ കുറെ കൂടെ പോപ്പുലറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മാർക്കറ്റിംഗ് ഫീച്ചർ. ഇത് മാർക്കറ്റിംഗ് ഫീച്ചറല്ല, ഇത് എന്താ പറയുക, തെറ്റായ വിവരങ്ങളുടെ ഒരു പ്രൊപ്പഗാൻഡയാണ് നടക്കുന്നത്. ആ പ്രൊപ്പഗാൻഡ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന സർവകലാശാലയുടെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് വേണ്ടിയിരുന്നു എന്ന് ആലോചിക്കേണ്ട ഉത്തരവാദിത്തം ഈ പത്രങ്ങളുടെ പത്രാധിപന്മാർക്കാണ്. പക്ഷേ പത്രങ്ങളുടെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ, നമ്മളിപ്പോൾ മുമ്പും മാധ്യമ വിമർശനങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം പറയാറുണ്ടായിരുന്നു, എഡിറ്ററില്ലാത്ത ഒരു മാധ്യമ ലോകത്ത് പത്രങ്ങൾക്കാണ് പിന്നെയും ചില എഡിറ്റർമാർ അവശേഷിക്കുന്നത്. ഇന്ന് ഏകദേശം എല്ലാ പത്രങ്ങളിലും ഒരുപോലെ ഈ പരസ്യം വരികയാണ്. മുമ്പ് നമ്മൾ അഡ്വർട്ടൈറിയലുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെയൊന്നുമല്ല. പിന്നെ കൃത്യമായ വാർത്തയുടെ അതേ രൂപത്തിൽ ഓരോ പത്രത്തിനും കസ്റ്റമൈസ് ചെയ്ത ഫോണ്ടുകളടക്കം, മാതൃഭൂമിയൊക്കെ അവരുടെ ഫോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇനി പത്രം എഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ശരിക്ക് പത്രവായന എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ബോധ്യത്തെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് എന്നത് ഇപ്പോഴും അതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ബോധ്യത്തെ പറ്റിക്കല്ലേ ഇവർ ചെയ്തിട്ടുള്ളത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ വായനക്കാരിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് പത്രത്തിൽ വരുന്നത് നമുക്ക് വിശ്വസനീയമായ കാര്യങ്ങളാണ്, ഇപ്പോഴും നമ്മൾ വിശ്വസിക്കാൻ പാകത്തിലുള്ള വിവരങ്ങളാണ് പത്രത്തിൽ വരുന്നത് എന്ന് വിചാരിക്കുകയും അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എന്താ പറയുക, ഒരു ഗൗരവത്തോടുകൂടി സമീപിക്കുകയും ചെയ്യുന്ന ഒരു വായനാ സമൂഹം ഇപ്പോഴും കേരളത്തിലുണ്ട്, വായനക്കാരുടെ സമൂഹം കേരളത്തിലുണ്ട്. അവരുടെ മുമ്പിലേക്കാണ് ഈ പത്രങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. സ്വന്തം ഫോണ്ട് ഉപയോഗിക്കുന്ന ചിലർ ഫോണ്ട് മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ മറ്റ് വാർത്തകൾ, ഇപ്പോൾ നോട്ട് ഇല്ലാതാകുന്നു, ഡിജിറ്റൽ കറൻസി എന്നുള്ളത് ഒഴിച്ച്, അല്ലെങ്കിൽ അതുപോലെ 1 2 എണ്ണം ഒഴിച്ച് ബാക്കിയൊക്കെ സാങ്കല്പികമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഈ സാങ്കല്പികം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ 25 വർഷത്തിനപ്പുറം എന്നുള്ളതാണ് സങ്കല്പം. നിലവിൽ തന്നെ ഇപ്പോൾ ഇപ്പോൾ ആഴക്കടലിൻ്റെ അടിയിൽ വിവാഹങ്ങൾ നടന്നത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് വിവാഹം നടന്നത്. ഇപ്പോൾ എന്നിട്ട് നമ്മൾ 50 കൊല്ലത്തിനപ്പുറം ആഴക്കടലിനപ്പുറം ഇതാ ഒരു വീട് വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഇതിൻ്റെ ലോജിക്കൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാർത്തയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ് ചെയ്യുന്ന വാർത്ത. നാട്ടുകാർ ആദ്യം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിഭ്രമിച്ച് പോയേക്കാവുന്നൊരു വാർത്ത. അതിന് പല കാരണങ്ങളുണ്ടല്ലോ. ഒരു വാർത്ത ഇതാണ്. അതിനപ്പുറമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് മനസ്സിലാവും ഇതൊരു ഇമാജിനറി സംഗതിയാണ് എന്ന് ഏതാണ്ട് മനസ്സിലാവും. പിന്നെ ഈ നമ്മുടെ വാർത്താ വായന രീതിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്, പത്രം വായന രീതിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ പത്രം വായിക്കുമ്പോൾ ചിലർ, ഇപ്പോൾ ഞാനൊക്കെ പണ്ട് പത്രം വായിച്ചു തുടങ്ങുന്നത് നേരെ തല തിരിച്ചിട്ടിട്ടാണ്. കാരണം അന്ന് ബാക്ക് പേജിലാണ് സ്പോർട്സ് ഉണ്ടാവുക, അവിടെ മുതലേ വായിച്ചു തുടങ്ങുള്ളൂ. സാധാരണ മനുഷ്യന്മാരെന്താ ചെയ്യുക, ആ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏതാണോ അതാണ് ആദ്യം വായിക്കുക. ചിലപ്പോൾ അത് വായിച്ചതിന് ശേഷം ഈ പത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും പിന്നെ വേറെ വിശദമായ വായനയ്ക്ക് കുറേ കഴിഞ്ഞ് വരിക. ഇതിങ്ങനെ ആദ്യത്തെ വാർത്ത, പ്രധാനപ്പെട്ട വാർത്ത മാത്രം വായിച്ചു പോകുന്ന മനുഷ്യന്മാരായിരിക്കും പെട്ടെന്ന് അങ്കലാപ്പിലാവുക. ബാക്കിയുള്ളവർ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇത് മറ്റേ മുന്നറിയിപ്പ് എന്നുള്ളത് വായിക്കുമ്പോൾ ഇത് യാദൃച്ഛികമാണ്, പക്ഷേ ചില സംഗതികളുമായിട്ട് ബന്ധം തോന്നിയാൽ അത് നമ്മുടെ സിനിമയുടെ മുമ്പിലൊക്കെ എഴുതി കാണിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതുപോലത്തെ വാചകങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് ക്രിയേറ്റഡ് ആണ് എന്നുള്ളത്. പക്ഷേ ഇത്തരം തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാകത്തിൽ അവരവരുടെ തന്നെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഒരു പരസ്യം സ്വീകരിക്കണമായിരുന്നോ വേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞത്. അക്കാര്യത്തിൽ ആ തീരുമാനം എടുക്കേണ്ടിയിരുന്നത് പത്രാധിപന്മാരാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു മീഡിയ ഓഡിറ്റിംഗ് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, മറ്റ് മീഡിയകളുടെ വിശ്വാസ്യത വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലത്ത്, പത്രങ്ങൾ ഇപ്പോഴും കുറേ കൂടെ വിശ്വാസ്യത നിലനിർത്തുന്നു എന്ന വിശ്വാസം നിലനിൽക്കുന്നൊരു കാലത്ത് അവനവൻ്റെ വിശ്വാസം ഇങ്ങനെ എന്താ പറയുക, ഒരു
തുലാസിൽ വെച്ചുകൊണ്ട് ഈ പരസ്യം സ്വീകരിക്കണമായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വാർത്തകൾ എഴുതുന്ന കാര്യത്തിൽ അതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ മോഡൽ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഗൈഡ് ലൈൻസുകളുണ്ട്, അതിൻ്റെ പ്രൊഫഷണൽ രീതികളുണ്ട്. പക്ഷേ പരസ്യം അതെപ്പോഴും നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് വാർത്തകളും വ്യാജ വാർത്തകളും തമ്മിലുള്ള അന്തരം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരസ്യങ്ങൾക്ക് ഇതുപോലൊരു ഗൈഡ് ലൈൻ ആവശ്യമുണ്ട് നമുക്ക് തോന്നില്ലേ? പരസ്യങ്ങൾക്കും ഗൈഡ് ലൈൻ ആവശ്യമാണ്. സാധാരണഗതിയിൽ അത് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പരസ്യങ്ങൾക്ക് മാത്രമല്ല, പരസ്യങ്ങൾ സ്വീകരിക്കുന്നതിനും ഓരോ മാധ്യമവും അവരുടേതായ ഗൈഡ് ലൈൻ പുലർത്താറുണ്ട്. ഇപ്പോൾ മുമ്പ് ഈ ക്ലാസിഫൈഡ് പരസ്യങ്ങളിലൊക്കെ മാന്ത്രിക എലസ് എന്നുള്ള പരസ്യം ധാരാളമായിട്ട് വരികയായിരുന്നു. അതിപ്പോൾ അധികം കാണാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് പത്രങ്ങൾ അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ധന ആകർഷണ ഭൈരവ യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുൻകാലത്ത് ധാരാളമായിട്ട് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള പരസ്യങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ചിലതൊക്കെ ഒളിച്ചിട്ടാണ് പത്രങ്ങളിലൂടെ പരസ്യമായിട്ട് ഈ പരസ്യദാതാക്കൾ തന്നെ കൊടുക്കുക. അപ്പോൾ പരസ്യങ്ങളുടെ നിർമ്മിതിയിൽ മാത്രമല്ല, അത് സ്വീകരിക്കുന്ന കാര്യത്തിലും ചില ഗൈഡ് ലൈൻസൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈലി ക്രിയേറ്റീവാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ഭാവനാത്മകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈലി ഭാവനാത്മകമാണ് എന്ന് നമുക്ക് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ 2016 നവംബർ 8 രാജ്യത്തെ ഒരു 130 കോടി ജനങ്ങളെ ഏത് വിധത്തിലാണോ പറ്റിച്ചത് അതിനെ വളരെ സമർത്ഥമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് പറ്റിച്ചതിനെ വളരെ സമർത്ഥമായിട്ട് അവരവരുടെ വേറൊരു കൂട്ടരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അന്നും അത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിച്ചത്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ ഇവിടെ മാർക്കറ്റിങ്ങിലൂടെ ആ യൂണിവേഴ്സിറ്റി കൂടുതൽ അവരിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാനും അതുവഴി പണം ഉണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നത്. മറ്റ് 2016 നവംബർ 8 ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്സിനെ മാർക്കറ്റ് ചെയ്യാനും അതിലൂടെ അധികാരം ഉറപ്പിക്കാനും 2017 നടന്നിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മറ്റു പാർട്ടികളുടെ പണം ഇല്ലാതാക്കാനും അതുവഴി അവിടെയൊക്കെ അധികാരം ഉറപ്പിക്കാനുള്ളൊരു ഒരു തന്ത്രമാണ് അന്ന് നടന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്ക് വേണമെങ്കിലൊരു സാമ്യം പറയാം. എങ്ങനെയാണ് പറ്റിക്കേണ്ടത് എന്ന് 2016 നവംബർ 8 നമ്മൾ വളരെ ഭംഗിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട്. കുറേ കൂടെ ഭംഗിയായിട്ട് കാണിച്ചു തന്നത് അന്നാണ്. അപ്പോൾ അതിവിടെ ഇവർ എന്താ പറയുക ആവർത്തിക്കുന്നു. അതുവഴി അവർ നമ്മളെ കളിപ്പിക്കുന്നു. ആ കളിപ്പിക്കലിന് പത്രങ്ങൾ അവരുടെ സ്ഥലം വിട്ടുകൊടുക്കുന്നു. ഇപ്പോൾ 1-ാം പേജിൽ ഫുൾ പേജ് പരസ്യം വരിക എന്നുള്ളത് പുതിയ കാര്യമൊന്നുമില്ല. കവറായിട്ടൊക്കെ ഇഷ്ടം പോലെ പരസ്യങ്ങൾ വരാറുണ്ട്. പല വലിയ കടകളുടെയും പരസ്യം 1-ാം പേജിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ റിലയൻസ് ഒരു വലിയ ടെലികോം ശൃംഖല ലോഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ പരസ്യ മോഡലായിട്ട് അഭിനയിച്ചത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. അത് എല്ലാ പത്രങ്ങളുടെയും കവർ ചെയ്തുകൊണ്ട് വന്ന പരസ്യമായിരുന്നു. 1-ാം പേജ് കവർ ചെയ്തുകൊണ്ട് വരുന്നു. അത്തരം പരസ്യങ്ങളൊന്നും പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇത്തരം സംഗതികൾ ചെയ്യുമ്പോൾ കുറേ കൂടെ ജാഗ്രത പത്രാധിപന്മാർ കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ക്രിറ്റിസിസം ഒക്കെ തെളിയിക്കുന്നത്. ഈ പരസ്യത്തിൻ്റെ അവരുടെ പരസ്യദാതാക്കളുടെ അടുത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അവരുടെ മാർക്കറ്റിംഗ് വൻ വിജയമായി തന്നെ നമ്മൾ പറയേണ്ടി വരുമല്ലോ. കാരണം പിന്നെ നമ്മൾ തന്നെ ഇത് ഡിസ്കസ് ചെയ്യുകയാണ്. ഈ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു മാർക്കറ്റിംഗ് ആണ്. പക്ഷേ നമുക്കത് ചെയ്യാതിരിക്കാൻ വയ്യ, ഇതൊരു ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ. പക്ഷേ ഇതിലൂടെ ലക്ഷക്കണക്കിന് രൂപ ഓരോ പത്രങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരിക്കും, യൂണിവേഴ്സിറ്റി വഴി വരുന്നതാണ് ഒക്കെ, അങ്ങനെ വന്നതായിരിക്കും തന്നെ നമുക്ക് അനുമാനിക്കാം. പക്ഷേ പത്രത്തിന് പൈസ കിട്ടുന്നു. പക്ഷേ ഇങ്ങനെ പണം കിട്ടുന്നത് വഴി ഈ ദിവസങ്ങളോളം ഇവർക്ക് നഷ്ടപ്പെടുന്ന വിശ്വാസ്യത, അതിനെക്കുറിച്ച് എഡിറ്റർമാർ എന്തുകൊണ്ടാണ് ബോധവാന്മാർ? അതാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഇപ്പോൾ സാലിം പറഞ്ഞത് ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണോ പരസ്യദാതാവ് ഉദ്ദേശിച്ചത് ആ പ്രക്രിയ വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങളോടൊപ്പം ഇത് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് ഈ പത്രങ്ങളുടെ കട്ടിങ് റീക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ അവരുദ്ദേശിച്ചതിനേക്കാൾ വലിയ പരസ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പർപ്പസ് സെർവ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ വിശ്വാസ്യതയുടെ കാര്യം പറയുമ്പോൾ ആരാണ് ഈ പരസ്യം തരുന്നത്? ഈ സർവകലാശാല 2009 മുതൽ എന്തുകൊണ്ടാണ് ഈ കാലം വരെ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ട് ഇരിക്കുന്നത്? അവരെന്തൊക്കെ കോഴ്സാണ് ഓഫർ ചെയ്യുന്നത്? ആ യൂണിവേഴ്സിറ്റിക്ക് രാജ്യത്തെ റാങ്കിങ്ങിൽ എത്രാമത്തെ സ്ഥാനമുണ്ട്? ആ സ്ഥാനം എന്തുകൊണ്ടാണ് അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ടല്ലോ കേരളത്തിൽ, ഇന്ത്യയിൽ. എന്തുകൊണ്ടാണ് ഈ സർവകലാശാലയ്ക്ക് ഇത്രയും കാലമായിട്ടും ആ സ്റ്റാറ്റസിലേക്ക് എത്താൻ പറ്റാത്തത്? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വയം ചോദിക്കുമല്ലോ. അപ്പോൾ അത്തരം ആളുകളെയാണോ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്? അതും അവരുടെ ഒരു പരസ്യം 1-ാം പേജ് കൊടുത്തുകൊണ്ടല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർ തരുന്ന
വ്യാജമായൊരു കണ്ടൻറ്റ് നമ്മുടേതാണ് എന്ന മട്ടിൽ ജനത്തിൻ്റെ മുമ്പിൽ വിളമ്പിക്കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആ അപകടം വേണോ വേണ്ടയോ, അത് സത്യം പറഞ്ഞാൽ അവരവരുടെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നത്. പിന്നെ വേറൊന്നുകൂടെ ഉണ്ട്, ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടർ അത്രത്തോളം വലിയ കാര്യമായിട്ടിപ്പോൾ പത്രങ്ങളും കാണാതായി തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആഡ് റവന്യൂ അത്രത്തോളം പ്രധാനമായും മാറിക്കൊണ്ടിരിക്കുന്നു. മുൻകാലത്തുള്ള പോലെയല്ല, ആഡ് റവന്യൂ കുറഞ്ഞു വരികയാണ്. പുതിയ മീഡിയത്തിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലും ഒക്കെയാണ് കൂടുതൽ ആഡുകളൊക്കെ കൊടുക്കാൻ ആളുകൾ താല്പര്യപ്പെടുന്നത്. മാത്രമല്ല പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലുകളും സ്വന്തം അഡ്വർട്ടോറിയൽ ടെക്നിക്കുകളുമായിട്ട് രംഗത്ത് വരിക. അപ്പോൾ ഇവരുടെ സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കിട്ടുന്ന സാധ്യത ചാടിപ്പിടിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, പല സ്ഥാപനങ്ങളിലും പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പത്രങ്ങൾ വരുന്നില്ല എന്നുള്ളൂ, പക്ഷേ ഫ്രാറ്റേണിറ്റിക്കുള്ളിൽ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് കിട്ടുന്നൊരു പരസ്യം ഒഴിവാക്കണ്ട എന്ന് തീരുമാനിച്ച് കാണും. അവരുടെ ക്രെഡിബിലിറ്റി അങ്ങ് മാറി നിന്നോട്ടെ, തൽക്കാലം പൈസ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ വായനക്കാർ ഇതിനെ എങ്ങനെ നേരിടണം എന്ന് നമ്മളൊന്നുകൂടി വിലയിരുത്തേണ്ടതല്ലേ? വായനക്കാർക്ക് ഈ പരസ്യം, ഈ പത്രം വായിച്ചപ്പോഴേ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് വായിച്ചപ്പോൾ എനിക്ക് അതിന് മിസ് ചെയ്ത ഒരു എലിമെൻറ്റേ തോന്നിയുള്ളൂ. കാരണം 2050 ജനുവരി 25 അല്ലെങ്കിൽ 24 എന്ന തീയതിയാണല്ലോ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് ഈ രൂപത്തിൽ പത്രങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നും കൂടെ ഒരു വരി അതിൽ ചേർക്കാമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കാലത്ത് ആ കാലത്തെത്തുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് അച്ചടിച്ച് കയ്യിലെത്തിക്കുന്ന പത്രം ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഇപ്പോഴും പത്രം വായിക്കുക എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കുന്ന മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ സാധ്യത വളരെ കുറവാണ് പല കാരണങ്ങളാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചസ് സംബന്ധിച്ചുള്ള ഉച്ചകോടികളൊക്കെ ഇനി തുടർന്ന് നടക്കുമ്പോൾ ചിലപ്പോൾ പേപ്പർലെസ് എന്നുള്ള കൺസെപ്റ്റ് കുറേ കൂടെ വിപുലമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അച്ചടിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്ന് ചിലപ്പോൾ വ്യവസ്ഥകൾ വന്നേക്കാം. പത്രങ്ങൾ മറ്റേ PDF രൂപത്തിൽ സർക്കുലേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഓൺലൈൻ എഡിഷൻസ് മതിയോ എന്നൊക്കെ ചില ആലോചനകൾ വന്നേക്കാം. പത്രങ്ങൾ സ്വയമേവ തന്നെ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അച്ചടി നിർത്തി മറ്റു രൂപത്തിലേക്ക് മാറാം. ഇങ്ങനെ പല സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതുകൂടെ ഉൾപ്പെടുത്താമായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. വായനക്കാരെ സംബന്ധിച്ച് വായനക്കാരെ കുറച്ചുകൂടെ കരുതലോടുകൂടെ സമീപിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത്തരം സംഗതികൾ ഇനിയും ആവർത്തിക്കാം. കാരണം പരസ്യം നൽകുന്ന ആളുകൾക്ക് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിന് ഇപ്പോൾ ഇതൊരു മാതൃകയായി. കാരണം മുമ്പുള്ള അഡ്വർട്ടോറിയൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഒരു ADVT എന്ന് ചെറിയ അക്ഷരത്തിൽ എഴുതിയാലും നമുക്കത് വായിച്ച് തുടങ്ങുമ്പോഴേ മനസ്സിലാവും ഇത് അഡ്വർടൈസ്മെൻ്റ് ആണ് എന്ന്. നമുക്ക് ആദ്യത്തെ വാചകം വായിക്കുമ്പോഴേ മനസ്സിലാവും, ഏത് സാധാരണക്കാരനും മനസ്സിലാവും. ഇതങ്ങനെയല്ല. ഇത് ആ മെയിൻ വാർത്ത വായിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇത് വാർത്തയല്ല, ഇത് ക്രിയേറ്റഡ് ആണ് എന്ന് തുടക്കത്തിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണല്ലോ ആളുകൾ കുറേ പേരെങ്കിലും ഞെട്ടിയത്. അപ്പോൾ ആളുകൾ കുറച്ചുകൂടെ ജാഗ്രതയോടെ ഇരിക്കുക. ഇത് ഒന്നാം പേജാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം വാർത്ത ആയിക്കൊള്ളണമെന്നില്ല. ഇത് പരസ്യവും ആകാം. ഒന്നാം പേജ് മുഴുവനായിട്ട് പരസ്യത്തിന് വിട്ടുകൊടുക്കുന്ന ശീലം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയും സംഭവിക്കാം എന്ന് വായനക്കാരൻ കരുതിയിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് പത്രങ്ങളിൽ മലയാളി പുലർത്തിയ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസ്യതയെ തകർക്കുന്ന നടപടികളാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലൂടെ മേധാവികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായനക്കാരായ നമ്മൾ ജാഗ്രതയോടുകൂടിയേ ഇനി സമീപിക്കാവൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.